നമസ്കാരം. ദേവസ്ഥാനങ്ങളെക്കുറിച്ച് പറയാൻ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്നെ നിത്യേന കാണാൻ വരുന്ന പലരും ക്ഷേത്രങ്ങൾ നശിച്ചു പോയതിനെക്കുറിച്ചും പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ കർണേശു ഉപാസനയിലൂടെ ആ സ്ഥലവും ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ പരിപോഷിച്ചെടുക്കാനായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ ശ്രമം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്, എൻ്റെ മുമ്പിലുണ്ട്. അതെനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പൂർവികർ, പ്രത്യേകിച്ച് ഹൈന്ദവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷേത്രങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ ആ ദേശത്തിന് നാശം സംഭവിച്ച് കാണുന്നുണ്ട്. ദൈവികമായ സങ്കല്പങ്ങളെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു സമയവും ഒരു ദൈവികമായ അനുഗ്രഹം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് സമൂഹം. അത് ഏത് മതത്തിൽപ്പെട്ടാണെങ്കിലും അത് തന്നെ. പിന്നെ ബ്രാഹ്മണന്മാർ ഉപേക്ഷിച്ച് പോയ സ്ഥലങ്ങളിൽ പിന്നെ മറ്റേത് മതത്തിൽപ്പെട്ട ആൾക്കാർ വന്ന് താമസിച്ചാലും ആ കുടുംബക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ ആവാഹിച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി പിന്നെ ആവാഹിച്ച് കൊണ്ടുപോയി പിന്നെ അവിടെ അമ്പലം പണിതു എന്നൊക്കെ, ഈ വീട് പണിതു എന്നൊക്കെ പറയുന്നിടത്തൊക്കെ വരുന്ന ഒരുപാട് ദുരനുഭവങ്ങൾക്ക് നമുക്ക് പരിഹാരമില്ലാതെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഞാൻ പറയുന്ന ഓരോ വീഡിയോസും എൻ്റെ അനുഭവങ്ങളിലൂടെ പറയുന്നതാണ്. ഒരാളൊരു വീട് വയ്ക്കുന്ന സ്ഥലത്ത് വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് പേര് പറയുന്ന വീടാണ്, രൂപേഷ് എന്ന് പറഞ്ഞൊരു പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വീട് വയ്ക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ചിതൽപ്പുറ്റുണ്ടാവും, അത് പാമ്പിൻ്റെ പുറ്റ് പോലെ വരും. അവിടെ കേരളത്തിൽ പോലുമല്ല, അവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സ്ഥലമാണ്, അവിടെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് ഗൃഹം വയ്ക്കാൻ പറ്റുള്ളൂ. ഒരു വലിയ പുറ്റിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ദോഷമാണോ? ദോഷമല്ല, അതിൻ്റെ സ്ഥാനം വേറെയാണ്. അവിടെ പക്ഷേ ഒരു വിളക്ക് വയ്ക്കേണ്ടി വരും. അപ്പം ഈ രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളും വിശ്വാസം ഇല്ലാത്തവരും ഇതിനകത്തുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വളരെ ഈ ഗൃഹസ്ഥാനങ്ങൾ, ക്ഷേത്രങ്ങൾ, പരമ്പരാഗതമായിട്ടുള്ള ക്ഷേത്രഭൂമികൾ ഇടിച്ചു നിരത്തുകയും കാവെടുത്ത് കളയുകയും ചെയ്തിട്ട് അവിടെ വീട് വയ്ക്കുകയും ബാത്റൂം ഉണ്ടാക്കുകയും, ഇനി നമ്മൾ ആ ബാത്റൂം വളരെ ദൂരെയാണെന്ന് പറഞ്ഞാൽ പോലും അതിലെ ജലം ഇറങ്ങി താഴേക്ക് വന്ന് ഈ ദുരിതമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അന്ധവിശ്വാസമല്ല, ഇത് സയൻസാണ്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ, ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഒരു സ്ത്രീ 2 കാലിലും നീരാണ്, മന്ത്രരോഗം വലായി ഭർത്താവ് ഇവരെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ വലിയ വീടാണ്, കൊട്ടാരം പോലത്തെ വീട്. എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്വാമി അവിടം വരെ ഒന്ന് പോയി കാണണം എന്ന്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീക്ക് നടക്കാൻ പോലും വയ്യ, 2 കാലും മന്ത്രരോഗം പോലെയാണ്, ഇനി ചികിത്സിക്കാൻ മരുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ വല്ല കാവ് വല്ലതും ഉണ്ടായിരുന്നോ, സർപ്പക്കാവ് ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ ഇവിടെ അമ്പലങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഞാൻ ഇതിൻ്റെ മോൾ ഭാഗത്ത് എന്താണ്? അപ്പോൾ മോൾ ഭാഗത്ത് മറ്റൊരാൾ താമസിക്കുന്നതാണ്. ഈ വീട് കുറച്ച് താഴെയാണ്. മുമ്പ് കണ്ടാൽ വളരെ കൊട്ടാര സദൃശ്യമായ ഒരു സ്ഥലമാണ്. ആ മുകളിൽ കുറേ പശുക്കളെ വളർത്തുന്നുണ്ട് ഒരാൾ. ഈ പശുക്കളുടെ ചത്ത് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് ആ സൈഡിൽ പുള്ളി കുഴിച്ചിടും. ഈ മഴവെള്ളം വീണ് അതിൻ്റെ എനർജി ഈ അടുക്കളയുടെ അകത്തേക്ക് വന്ന് ഇത് നെഗറ്റീവ് എനർജിയായിട്ട് മാറുന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നുമില്ല, ഇത് വീടൊക്കെ ശരിയല്ല, പക്ഷേ വീട് മാറി താമസിച്ചാൽ ഈ നീര് മാറുന്നു. അവരെ കാല് ശോഷിച്ചു പോയി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ മനുഷ്യൻ്റെ എല്ലുകൾ പോലെ തന്നെ മൃഗങ്ങളുടെ എല്ലുകൾക്കും ഒരുപാട് ഊർജ്ജമുണ്ട് അതിനകത്ത്. ഒരിടത്തൊരു സ്ഥലം, തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ജ്വല്ലറിയുടെ ഒരു സ്ഥലം. അപ്പോൾ ഞാൻ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന കാലത്ത് അവർക്കൊരു വലിയ ബിൽഡിങ് അത് ഇങ്ങനെ കിടക്കുമായിരുന്നു. പണിതിട്ട് ആരും എടുക്കാതെ വർഷങ്ങളോളം അങ്ങനെ കിടന്നു. അങ്ങനെ മറ്റേ ഗ്രൂപ്പ് അത് താമസിക്കാൻ, പിന്നെ വിലയ്ക്ക് മേടിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേണ്ട, നമുക്കൊരു പരിഹാരം നോക്കിയിട്ട് പണിയാമെന്ന്. ഞാനൊരു പശുവിനെ വാങ്ങിച്ച് അവിടെ കെട്ടിയതേ ഉള്ളൂ. ചാണകവും ഗോമൂത്രവും വീണപ്പോൾ അവിടെ ഇന്ന് ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ബിൽഡിംഗ് ഉണ്ടായി. അവിടെ മുഴുവൻ ആ സ്ഥലം മുഴുവൻ ഫലപുഷ്ടമായി തീർന്നു. അതിന് ദോഷപരിഹാരങ്ങളല്ല കാര്യം, നമുക്ക് ശാസ്ത്രീയമായി തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്താം. ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടെ തന്നെ നമുക്ക് ഈ ഭൂമിയുടെ പല കാര്യങ്ങളും കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് കണ്ടെത്തുന്നത്? ഈ ക്ഷേത്രഭൂമിയുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട്, മുടിപ്പാലത്തിലെ മാടൻ തമ്പുരാൻ ക്ഷേത്രം. 10,000 വർഷം പഴക്കമുണ്ട്. രാജാവിൻ്റെ കാലത്ത് ഈ കൊലക്കേറ് പൂജിച്ചിരുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ തലേ ദിവസം തൂക്കിക്കൊല്ലുന്നവരുടെ കൊലക്കേറ് അവിടെ കൊണ്ടുവന്ന് പൂജിക്കും. അത് പുത്തിരിക്കണ്ട മൈതാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ ഒരു പാലം ഇട്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരുന്നത്. ആണ് മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ യക്ഷിയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് ഈ ഐതിഹ്യങ്ങൾ, നമ്മൾ ആ ക്ഷേത്രം നശിച്ചു പോകുമ്പോൾ ആ ക്ഷേത്രം പുനരുദ്ധീകരിക്കാനായിട്ടുള്ളൊരു അവസരം എനിക്കിവിടെ ഉണ്ടായി. ഞാനും അതിൻ്റെ ഒരു പാർട്ടായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഈ കൊലക്കയറ് പിന്നെ പൂജിച്ച് കൊണ്ടുവന്ന് ഇയാളെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ രാജഭടന്മാർ വന്ന് ഇത് കൊല്ലരുതെന്ന് പറയുന്നതാണ്.
അപ്പോഴത്തേക്ക് അയാൾ മരണപ്പെട്ട് കഴിയും. കാരണം രാജാവിന് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വരരുതെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. അത് ക്ഷേത്രങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ആ പരിസരത്ത് ഉണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. നമ്മളിപ്പോഴത്തെ ശാസ്ത്രയുഗത്തിൽ തന്നെയാണെങ്കിലും പൂർവികമായ ക്ഷേത്ര സമ്പത്ത്, ക്ഷേത്രം എന്ന് പറയുന്ന സമ്പത്താണ്, ആ ദേശത്തിൻ്റെ സമ്പത്താണ്. അവിടുത്തെ വിഗ്രഹങ്ങൾ ചൈതന്യമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് ഞാൻ വളരെ കുറച്ച് മാത്രമുള്ള ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ട്, ക്ഷേത്രഭൂമികൾ, ഒരു കുടുംബത്തിൻ്റെ ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രം എല്ലാവരും ചേർന്ന് സംരക്ഷിക്കണം. കാവുകൾ സംരക്ഷിക്കണം. പഴയ തറവാടുകൾ പൊളിക്കുന്നതിന് മുമ്പ് പൊളിച്ച് അവിടെ തന്നെ വീട് വയ്ക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവുള്ളൂ. കാരണം പണ്ട് കാലത്തെ കണക്കുകളനുസരിച്ച് വളരെ കൃത്യമായിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. ആ ഭൂമിക്കടിയിൽ ഈ വംശം നിലനിൽക്കാനായിട്ട് ഒരു 10-200 വർഷമെങ്കിലും ഈ ഭൂമി നിലനിൽക്കാനായിട്ടുള്ള ചില പരിഹാരക്രിയകൾ ഇതിനടിയിൽ ചെയ്തു വയ്ക്കും. ഈ യഥാർത്ഥത്തിൽ അതിൻ്റെ മേൽക്കൂരയുടെ വലിപ്പവും അതിൻ്റെ തച്ചുശാസ്ത്രം അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കണേ. അത് നമ്മൾ ചെയ്തേക്കുന്നത്, അത് നമ്മൾ എടുത്തു കളയാതെ ഇതിൻ്റെ പുറത്ത് ആൾക്കാർ വീട് വയ്ക്കും. എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. ഒരു കാലത്തും ഞാൻ ഒരുപാട് വീട് പൊളിച്ച് പണിയരുത്. നിങ്ങൾ വീട് പൊളിച്ച് പണിയുകയാണെങ്കിൽ വളരെ ഇന്നത്തെ വാസ്തുവല്ല, ഇത് ബുക്ക് നോക്കി പഠിക്കുന്ന വാസ്തുവല്ല, ഇതിൽ നല്ല ജ്ഞാനമുള്ളവരുണ്ട്. കാരണം നമ്മളൊരു വീട് കണ്ടപ്പോൾ തന്നെ ഈ വീടിന് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട്, ജ്ഞാനികളില്ല എന്നല്ല എന്ന് വിചാരിച്ച് ഇനി പുസ്തകം നോക്കി പഠിച്ചവരൊന്നും എന്നെ വിളിച്ച് ഇനി ചീത്ത പറയാൻ നിൽക്കണ്ട. ഈ തത്വശാസ്ത്രത്തിൽ ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ കൃത്യമായി കണ്ട് പഴയ തറവാടുകളും വീടുകളും ഇരുന്ന സ്ഥലം പൊളിച്ചു കളയാതെ അതിനെ നിലനിർത്തിക്കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കുടുംബക്ഷേത്രം മാറ്റിക്കൊണ്ട് പോയിട്ട് അവിടെ വീട് വയ്ക്കാൻ ശ്രമിക്കരുത്. സർപ്പക്കാവ് പൊളിച്ചു കളഞ്ഞിട്ട് വീട് വയ്ക്കാൻ നിൽക്കരുത്. ഇതൊക്കെ പിന്നീട് വരും തലമുറകളിൽ അംഗവൈകല്യം ഉണ്ടാകുക, കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാകുക, ഓട്ടിസം പോലുള്ള രോഗങ്ങളുണ്ടാകുക, അവിടെ താമസിക്കുന്ന സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുണ്ടാക്കുക, ക്യാൻസർ ഉണ്ടാക്കുക. ഇതെല്ലാം ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ വീട് പൊളിച്ചാൽ ഇതൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ തെറ്റുകളും ശരികളും ഒക്കെ സ്വയം വിലയിരുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.